അല്ലേ? ബീട്രൂട്ട് ബീട്രൂട്ട് കണ്ടായിരിക്കുന്നത്. കത്തിരി കൃഷി ചെയ്തിരിക്കുന്നു. പാവല്, ഉള്ളി കാറ്റിന്റെ ഇതുകൊണ്ട് കടല് പോലെ തിരുമാലടിക്കും അല്ലേ? എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നാച്ചുറൽ ട്രാവൽ ലവേഴ്സ് ബ്ലോഗ് നാലോ ട്രാവലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് സുന്ദരപാണ്ഡിപുരത്തിലെ ഏതോ ഒരു ഗ്രാമത്തിലൂടെയാണ്. അങ്ങനെ പറയാൻ കാര്യം, ഞങ്ങൾ സൂര്യകാന്തി പാടം കാണാൻ വേണ്ടിയാണ് സുന്ദരപാണ്ഡിപുരത്ത് വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും എങ്ങും പൂന്തോട്ടങ്ങൾ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇവിടെ പലരോടായി ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് സൂര്യകാന്തി പാടം ഇപ്പം ഇവിടെയെങ്ങും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേക്കും എല്ലാവർക്കും വളരെ നിരാശയായി. സൂര്യകാന്തി പാടം കാണാൻ വന്നിട്ട് അത് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് കരുതി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു കൂട്ടുകാരൻ ഇവിടെ ഉള്ളതായിട്ട് ഓർമ്മ വന്നത്. അങ്ങനെ മൊബൈലിൻ്റെ നമ്പർ തിരഞ്ഞു. ഭാഗ്യത്തിന് നമ്പറുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിനെ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് സാംബവർ വടകരൈ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സൂര്യകാന്തി പാടം കാണാൻ കഴിയുമെന്ന്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയിൽ നല്ല നല്ല ഗ്രാമക്കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇതൊന്നും കട്ട് ചെയ്ത് കളയാനായിട്ട് തോന്നുന്നില്ല, നിങ്ങളെ കൂടി കാണിക്കാം എന്ന് കരുതിയാണ് ഇതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗം കാണാം. അപ്പം എന്തായാലും ഇതും കൂടി ഉൾപ്പെടുത്തുകയാണ്. മനോഹരമായിട്ടുള്ളൊരു ആൽവൃക്ഷം കണ്ടോ, റോട്ടിലേക്ക് വളർന്ന് കിടക്കുന്ന, നല്ല ഭംഗിയില്ലേ ഇതൊക്കെ കാണാൻ. അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കട്ട് ചെയ്ത് കളയാൻ തോന്നാത്തത്. പ്രത്യേകിച്ച് കൃഷിയും കാര്യങ്ങളും തെങ്ങും എന്തെല്ലാം കൃഷികളാണ് ഇവരിവിടെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലിപ്പം ഇങ്ങനെയുള്ള കൃഷികളൊന്നും കാണാറേ ഇല്ല. അപ്പം തമിഴ്നാട്ടിൽ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജീവനാണ്. അവരുടെ ജീവനോപാധി കൂടിയാണ് കൃഷി. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നമുക്കും യാത്ര ചെയ്യാം. ഇന്ത്യയിൽ ക്ഷേത്രങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. ഏകദേശം 70,000-ന് മുകളിൽ ക്ഷേത്രങ്ങളാണ് തമിഴ്നാട്ടിലുള്ളത്. അപ്പോൾ പോകുന്ന വഴിയിൽ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളൊക്കെ ഒരുപാട് കാണാൻ കഴിയും. അപ്പോഴും ഞങ്ങൾ എന്തായാലും സാംബവർ വടകരയിലെത്തി. ഇവിടെ എന്തായാലും പൂവുണ്ട്. ഒരുപാട് ഏക്കറുകളിൽ പൂവില്ല, എന്നാലും ഒരേക്കർ അടുപ്പിച്ച് ഇവിടെ പൂവുണ്ട്. എന്തായാലും പൂവ് കാണാൻ കിട്ടി. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ കാണുന്നതിനും ഒരാൾക്ക് 20 രൂപ വെച്ചൊക്കെ മേടിക്കുന്നുണ്ട്. ഒരു ഫാമിലിക്ക് 100 രൂപ എന്നാണ് അവർ പറയുന്നത്. കണ്ടോ, ഒരുപാട് പേര് വന്ന് ഇതിനകത്ത് നിന്ന് ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ എടുക്കുന്നുണ്ട്. കണ്ടില്ലേ? തമിഴ്നാട് തെങ്കാശി വിശുദ്ധാമൂർ. ഇവിടെ ഈ വശത്തും തൈ നിറയെ വെച്ചിരിക്കുന്നതാണ്. 1 മാസം കൂടെ കഴിഞ്ഞാൽ അത് പൂക്കളിടാൻ തുടങ്ങും. ഇവിടെ നിറയെ ആക്സിഡൻറ്റ് വന്നതുകൊണ്ട് ഇവിടെ സൂര്യകാന്തി നടരുതെന്ന് കൃഷിക്കാർക്ക് ഒരു വാണിംഗ് കൊടുത്ത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വളരെ കുറച്ച് മാത്രമേ ഇപ്പോൾ നട്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം നെല്ലും തെങ്ങുമൊക്കെയാണ്. കുറച്ചേ ഉള്ളൂവെങ്കിലും ഒരുപാട് മലയാളികളുണ്ട്. ഒരു എല്ലാ വർഷവും ഉള്ളതാണല്ലോ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ വരുന്നതാണ്. കൊള്ളാം, കുഴപ്പമില്ല. നമ്മളെ കൂടെ വന്നവരൊക്കെ മലക്കറി മേടിക്കുന്നു. സൂര്യകാന്തി ഒരുപാട് കാണാൻ പറ്റിയില്ലെന്നാൽ പിന്നെ മലക്കറിയെങ്കിലും മേടിക്കാം. ഞങ്ങളങ്ങനെ സാംബവർ വടകരയിൽ സൂര്യകാന്തി പാടം കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവിടെ സുന്ദരപാണ്ഡിപുരത്തുള്ള 2 അണ്ണന്മാരവിടെ വന്നു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് സുന്ദരപാണ്ഡിപുരത്ത് പൂക്കളുണ്ട്, കുറച്ച് ഉള്ളിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് വഴിയൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ അതനുസരിച്ച് അത് കാണാൻ വേണ്ടി ഞങ്ങളങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പോകുന്ന വഴിയിൽ ഒരു ക്ഷേത്രം ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ. അതും കൂടി നിങ്ങൾ കണ്ടിട്ട് പോ. തെന്നകത്തിൻ കാശി എന്നാണ് പേരെന്നൊക്കെ പറഞ്ഞു തന്നു. അപ്പം പോകുന്ന വഴിയിൽ അതുകൂടെ കണ്ടിട്ട് പോവാം നമുക്ക്. അപ്പോഴെന്തായാലും പോകുന്ന വഴിയൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. റോഡിൽ വലിയ തിരക്കുമില്ല, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ. തെന്നകത്തിൻ കാശി ക്ഷേത്രം കേട്ടോ, തെന്നകത്തിൻ കാശി ക്ഷേത്രം. നമ്മളിപ്പോൾ സാംബവർ വടകരയിൽ ഒരു ശിവ ടെമ്പിൾ കണ്ടു. അപ്പോൾ അവിടെയാണ്. അവിടുന്ന് ഒരു 1 കിലോമീറ്ററിനകത്ത് സിലോപ്പിയ. അപ്പോൾ ഈ അമ്പലത്തിലേക്ക് കയറാനുള്ളത് ചെറിയൊരു തോട് ക്രോസ് ചെയ്ത് വേണം. അതായത് ഇവിടെ ഈ പാറയുടെ അടിയിൽ എന്തൊക്കെയോ പ്രതിഷ്ഠയുണ്ട്, അവിടെയൊക്കെ ആൾക്കാരിടം തൊഴുന്നു.
സാമ്പാർ റോഡ് സൈഡിൽ അന്ന് പോയിരുന്നല്ലേ? പോയിരുന്ന അങ്ങേരിയിൽ പോയിരുന്ന നല്ലതായിരിക്കും. ഇവിടെ അടുത്തായിട്ട് വേറെ എവിടെയെങ്കിലും സൂര്യകാന്തി പാടം ഉണ്ടോ എന്ന് ഇവിടെ ഉള്ളൊരു അണ്ണനോട് ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം ഞങ്ങൾ കണ്ടിട്ട് വന്ന പാടത്തിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. ഇവിടെ നിറയെ പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി ക്ഷേത്രം. ഇപ്പോഴിവിടെ കയറിയപ്പോഴത്തേക്ക് നല്ല വെയിലടിക്കുന്നു കേട്ടോ. ഇത്രയും സമയം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ആണോ കഴിക്കുന്ന? ഇവിടെ എന്തോ അന്നദാനം ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അന്നദാനം. ഇവിടെ വരുന്നവരെല്ലാം ഇവിടെ നിന്ന് ഭക്ഷണം മേടിച്ച് ഇവിടെയൊക്കെ വെച്ച് കഴിക്കുന്നുണ്ട്. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ അവരെ പാത്രത്തിലായി പോകും നമ്മളെ കാല്. നല്ല ബഹളമാണ്. നമുക്കെന്തായാലും ഈ പിറകുവശത്തേക്ക് പോയി ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാം. നല്ല കൃഷിപ്പാടങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ കല്യാണമാണോ അത് അമ്പലത്തിലെ മറ്റേതെങ്കിലും വിശേഷമാണോ എന്നൊന്നും അറിയത്തില്ല. അങ്ങനെ പെട്ടെന്ന് വന്ന വെയിൽ പെട്ടെന്ന് തന്നെ മാറി. അപ്പോൾ അതൊരു ആശ്വാസമായി. നല്ല രസമുള്ള കൃഷിപ്പാടം കേട്ടോ. ഇവിടെ കുറേ കർഷകർ ഇടുന്ന ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ അവിടെ പിഴുതിട്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. ഉള്ളി, ചോളം, കടുക്, ഗോതമ്പ്, വാഴ, സൂര്യകാന്തി ഒക്കെ ഉണ്ട്. ഇത് കൊള്ളാല്ലേ? അടിപൊളി സ്ഥലം കേട്ടോ. നിറയെ ചോളം. വൈറ്റ് ചോളം. അവിടെ സൂര്യകാന്തി പാടം ഉണ്ട്. ഭയങ്കര കാറ്റ്. അത് നടക്കാൻ വയ്യ. സ്ലിപ്പാവുന്നു കേട്ടോ. ഈ പുല്ലിൽ ചവിട്ട് സ്ലിപ്പാവുന്നു. ഉള്ളി. ഇവിടെ ഉള്ളിപ്പാടം. എവിടെ? ഇതിനിടയിൽ ബീറ്റ്റൂട്ടൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. ഉള്ളി ബീറ്റ്റൂട്ടും കൃഷി ചെയ്തിട്ടുണ്ട്. ബീറ്റ്റൂട്ട് കൃഷി. ഈ ഒരു പാടം മുഴുവൻ ബീറ്റ്റൂട്ട്. ഇതിന്റെ നടുക്ക് നിൽക്കുന്ന ഇത് കപ്പലണ്ടിയാണേ. ഇത് കപ്പലണ്ടിയും ഇത് ചെറിയ പയറുമാണ്. പച്ചപ്പയർ, ചെറിയ പയർ. ബീറ്റ്റൂട്ട് ഇരിക്കുന്നുണ്ട്. ബീറ്റ്റൂട്ട് കണ്ടായിരിക്കുന്നത് അടിപൊളിയല്ലേ? ഇവിടെ നിന്നാണ് പുഴുത് അവിടെ ബീറ്റ്റൂട്ട് വരണത്. എന്താ ബീറ്റ്റൂട്ട്? ഇതുവഴി നടക്കാൻ വയ്യ. എന്നെ കാറ്റ് ഈ ചെറിയ വരമ്പെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ എന്തായാലും ഈ ക്ഷേത്രത്തിലോട്ട് വരാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ നല്ലൊരു സൂര്യകാന്തി പാടം നമുക്ക് കാണാൻ കിട്ടിയിരിക്കുകയാണ്. ഭയങ്കര കാറ്റ്. സൂര്യകാന്തി പാടം. അങ്ങനെ നമ്മള് ഒരു സൂര്യകാന്തി പാടത്തിലെത്തി. അയ്യോ, ഈ പാടത്ത് എന്തായാലും അത്യാവശ്യം നല്ല ഹൈറ്റിലും വലിപ്പമുള്ള പൂക്കളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പം ഒരുപോലെ നിൽക്കുന്നതുകൊണ്ട് അതിന് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. നല്ല അടുക്കും ചിട്ടയിലും തന്നെയാണ് ഇത് നിൽക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും ഇതുപോലെയുള്ള പാടങ്ങളാണ് കൂടുതൽ കണ്ടത്. ഇതിനകത്തേക്ക് കയറി നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റത്തില്ല. കാരണം ഇത് മറ്റ് സ്ഥലങ്ങളിലെ പോലെ ഒരാളിന് 20 രൂപ വെച്ചൊന്നും മേടിച്ച് കാണിക്കുന്ന സ്ഥലമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പറ്റത്തില്ല. പിന്നെ സൈഡിൽ നിന്ന് കണ്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാം. അവരുടെ അനുവാദം മേടിച്ചുകൊണ്ടാണ് ഞങ്ങളിങ്ങോട്ട് കയറിയത്. അപ്പം ഇതൊന്നും നശിപ്പിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്കിതൊക്കെ കാണാം. ഈ സൂര്യകാന്തി സൂര്യൻ പോകുന്നതനുസരിച്ച് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. സവാളയാണെന്ന് തോന്നുന്നു. അതിന് ഈ
ചെറിയ ഉള്ളിയിൽ തന്നെ കുറച്ച് സൈസ് കൂടിയ ഉള്ളി ഉണ്ടല്ലോ, നമ്മളവിടെ ഇവർ പിഴുതിട്ടിരിക്കുന്ന അതാണ് കണ്ടത്. അതാണോ സവാളയാണോ എന്ന് അറിയാൻ വയ്യത്. എന്തായാലും ഉള്ളിയാണ്. അവിടെ സൂര്യകാന്തി ഉണ്ട് കേട്ടോ, അതുവഴി ഒരു മയില് പോകുന്നു. ഈ ഭാഗത്തായിട്ട് മുഴുവൻ വെള്ളച്ചോളമാണ്. വെള്ളച്ചോളം കണ്ടിട്ടില്ലാത്തവരൊക്കെ കാണാം. നല്ല ഭംഗിയുണ്ട് കാണാൻ. കൂട്ടമായിട്ട് നിൽക്കുന്ന കാണാനേ നല്ല ഭംഗിയുണ്ട്. അടിപൊളിയല്ലേ? തേനീച്ചയുടെ മുട്ട പോലെ തോന്നുന്നു. ഇതാണ് കാശ്മീർ ചില്ലി അല്ലേ? ഇവിടെ കുറേ പാടങ്ങളൊക്കെ തരിശായിട്ട് കിടക്കുന്നുണ്ട്. കൃഷിയൊന്നുമില്ല. കൃഷിയുള്ളതിൽ വേണ്ടത്ര വിളവുമില്ല. ചിലപ്പം മഴയുടെ ലഭ്യതക്കുറവ് കൊണ്ടായിരിക്കും. എന്നിരുന്നാലും ഇപ്പം നല്ല മഴക്കോളുണ്ട്. ചെറിയ മഴക്കോളുള്ളത് കൊണ്ട് അധികം ഉള്ളിലോട്ടൊന്നും പോയില്ല. നമ്മൾ തിരികെ അമ്പലത്തിലേക്ക് വന്നു. അമ്പലത്തിൽ മഹാ അന്നദാനം നടക്കുകയാണ്. മഹാ അന്നദാനം. അപ്പോഴിവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സൂര്യകാന്തി പാടത്തിലേക്ക് ഒന്ന് പോവാം. കത്തിരി കൃഷി ചെയ്തിരിക്കുന്നു. പാവല്, ഉള്ളി, സവാള, വലിയ ഉള്ളി കൃഷി, മൊത്തം കൃഷി. ഉള്ളി, വെള്ളക്കോതമ്പ് ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. വെള്ളക്കോതമ്പല്ലെങ്കിൽ വെള്ളച്ചോളം. ആ കടുകല്ല, പയറാണെന്ന് തോന്നുന്നത്. ആ ബീൻസ്. രണ്ട് സൈഡും കൃഷിയും നല്ല അടിപൊളി റോഡും. യാത്ര ചെയ്യാൻ നല്ല സുഖം കിട്ടും. ഒരു പ്രത്യേക ഫീൽ. എന്തെല്ലാം കൃഷികൾ! ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. കപ്പലണ്ടി പാലവത്തി നിറയെ കപ്പലണ്ടിയാണ്. അയ്യോ, ഇത് കാറ്റിന്റെ ഇതുകൊണ്ട് കടല് പോലെ തിരുമാലടിക്കുന്നു അല്ലേ? ഇതാണ് സുന്ദരപാണ്ഡിപുരം ബസ് സ്റ്റോപ്പ് ജംഗ്ഷൻ. സൂര്യകാന്തി പാടം ലെഫ്റ്റ്. സാമ്പാർ വടകരയിൽ വെച്ച് കണ്ട അണ്ണന്മാർ പറഞ്ഞ സൂര്യകാന്തി പാടം തേടി ഏതൊക്കെ വഴിയിലൂടെ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കണ്ടിരിക്കാൻ നല്ല രസമുള്ള സ്ഥലങ്ങൾ. അപ്പോഴേ ഞങ്ങളെന്തായാലും ആ അണ്ണന്മാർ പറഞ്ഞ സൂര്യകാന്തി പാടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരാൾക്ക് 20 രൂപ വെച്ചാണ് ഇവർ ചോദിക്കുന്നത്. ഞാനെന്തായാലും കയറുന്നില്ല. അപ്പോൾ ഇതിനകത്ത് കയറി ഫോട്ടോയൊന്നും എടുക്കാത്ത ആൾക്കാരുണ്ട്. അവരൊക്കെ കയറി ഫോട്ടോയൊക്കെ എടുക്കട്ടെ. ഇവിടെയൊക്കെ ഒരുപാട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴേ മഴ കിട്ടാൻ താമസിച്ചു, അതാണ് പൂ നടാൻ താമസിച്ചത്. ഓണത്തിന് വരുന്നവർക്കൊക്കെ കാണാൻ പാകത്തിനുള്ള തൈകളാണ് ഇപ്പം നിൽക്കുന്നത്. ഇവിടെ മുഴുവൻ മലയാളികളാണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ വന്ന ആൾക്കാരാണ്. ഈ പാടത്ത് അങ്ങിങ്ങായിട്ടൊക്കെ പൂക്കളുള്ളൂ. കുറച്ച് അപ്പുറത്ത് കാണുന്ന പാടത്തിലാണ് നിറയെ പൂക്കളുള്ളത്. ഇത് ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ നിറയെ പൂക്കളാവുമെന്ന് തോന്നുന്നു. ഇവിടെ ഉള്ളി സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് നമ്മൾ കൂടെ വന്നിട്ട് ഇറങ്ങി. അപ്പോൾ ഇവന്മാർ തൂക്കത്തിൽ ചെറിയ കള്ളത്തരമൊക്കെ കാണിച്ചു. അവർ കൈയോടെ തൂക്കി. ബീട്രൂട്ട് കിലോകളോ? ബീട്രൂട്ട് കിലോകളോ?
வேணும் மாறு ரேட்டு இருக்குன்னு சொல்ல முடியாது. நீங்கள் மாறு ரேட்டு 15 ரூபா. வெங்காயம் 4,700. 4,700. அப்போ சிறிய வெங்காயம் 4,700. சிறிய வெங்காயம் 4,700. கிலோ 25. ഇത് മേടിച്ചാണോ നിങ്ങൾ മേടിച്ചോ? ഇത് 4 കിലോ. 4 കിലോ 4 കിലോ 100 അല്ലേ? 400. ഇപ്പോൾ ഇട വെച്ചാൽ ആമാ. സുന്ദരപാണ്ഡ്യപുരത്തിൻ്റെ ഏതോ ഒരു ഏരിയയിലാണ് ഇപ്പോൾ നമ്മൾ പൂ കാണാനായിട്ട് വന്നത്. ഇവിടെ വേണ്ടത്ര രീതിയിൽ പൂവൊന്നുമില്ല. അത്യാവശ്യം ഈ കഴിഞ്ഞ പ്രാവശ്യവും അതിൻ്റെ അങ്ങേ പ്രാവശ്യമൊക്കെ വന്ന് കണ്ടവർക്ക് ഇതൊരു സംതൃപ്തി തോന്നത്തില്ല. കാരണം അതിനു വേണ്ടിയുള്ള പൂവില്ല ഇവിടെ. ഈ സൈഡിലൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവർക്ക് മഴ കിട്ടാനായിട്ട് താമസിച്ചു. ഇല്ലായിരുന്നെങ്കിൽ ഇതിപ്പോൾ നട്ട് നല്ല രീതിയിൽ പൂക്കളുണ്ടായിരുന്നേ. പക്ഷേ ഇതൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വരുന്ന ആൾക്കാർ ഇവിടെ തോനെ പേരുണ്ട്. കുറച്ചാണെങ്കിലും കാണാമല്ലോ. നമ്മുടെ നാട്ടിൽ ഇത്രയും പൂക്കൾ സൂര്യകാന്തിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നവർക്ക് അതൊരു ഭംഗി തന്നെയാണ്. പിന്നെ ഒരുപാട് കൃഷിയൊക്കെ കാണാം. ഒരുപാട് കൃഷിയുണ്ടല്ലോ. നല്ല കാറ്റ്, പിന്നെ വലിയ ചൂടുകയാണ്. പറയുമ്പോഴത്തേക്ക് വെയിലടിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല സുഖമുണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.